അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഫാരിഷാസ് കിച്ചൺ ആൻഡ് ക്യാൻവാസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മിഡിൽ ഈസ്റ്റേൺ ഡിപ്പായിട്ടുള്ള മുത്തബ്ബൽ ആൻഡ് ബാബ ഗനോഷ്. മുത്തബ്ബൽ റെസിപ്പി ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒന്നുകൂടി കാണിക്കുകയാണ് കേട്ടോ. അതിനായിട്ട് വലിയൊരു വഴുതനങ്ങ ഞാൻ എടുത്തു, അതായത് എഗ് പ്ലാന്റ് എന്ന് പറയും. നമ്മുടെ നാട്ടിൽ ഇതിന് അത്യാവശ്യത്തിന് സീഡ് ഉണ്ടാവും, പക്ഷേ ഇതിന് സീഡ് കുറവായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിനായിട്ട് ആദ്യം എന്ത് ചെയ്യുക, കത്തി കൊണ്ട് നന്നായിട്ട് ഹോളിട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എണ്ണ തടവി കൊടുത്തിട്ട് നമുക്ക് കനലിൽ വെക്കാം, അല്ലെങ്കിൽ സ്റ്റൗവിൽ നേരെ ഗ്രില്ല് ചെയ്തിട്ട് വെക്കാം. ഇതിപ്പോൾ ഞാൻ മൈക്രോവേവിൽ വെച്ചിരിക്കുക കേട്ടോ. അത്യാവശ്യം തൊലി അടർന്ന് വരുന്നവരെ ഞാൻ എന്ത് ചെയ്തു, മൈക്രോവേവിൽ വെച്ച് കൊടുത്തു. പിന്നെ വെളുത്തുള്ളി ഒരു 2 ഇല്ലി അതായത് ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്തോട്ട് ഞാൻ എന്ത് ചെയ്തു, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു. അരമുറി സവാള മുറിച്ച് വെച്ചു. അതുപോലെ ഗ്രീൻ ക്യാപ്സിക്കാണ് പൊതുവേ ടേസ്റ്റിന് നല്ലത്. എൻ്റെ കയ്യിലിപ്പോൾ റെഡും യെല്ലോ മാത്രമേ ഉള്ളൂ, അപ്പോൾ അതെടുത്തു. റെഡ് ക്യാപ്സിക്കത്തിന് ചെറിയൊരു മധുരമാണെങ്കിൽ യെല്ലോ ക്യാപ്സിക്കത്തിന് ചെറിയൊരു പുളിയാണ് കേട്ടോ. അതായത് നോർമൽ ഗ്രീൻ ക്യാപ്സിക്കത്തിൻ്റെ ഫ്ലേവർ അല്ല, ഇവരിൽ ചെറിയൊരു മധുരം പുളിയും മുന്നിട്ട് നിൽക്കുന്നുണ്ട്. മുത്തബ്ബലിൻ്റെ റെസിപ്പി ഞാൻ ആൾറെഡി ഇട്ടിട്ടുണ്ടെങ്കിലും ബാബ ഗനോഷിൻ്റെ റെസിപ്പി ഇട്ടിട്ടില്ല. സോ ഞാൻ വിചാരിച്ചു രണ്ടും ഒരുമിച്ച് ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു രസം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, രണ്ടും ഇപ്പോൾ ഇവിടെ റെസിപ്പി കാണിക്കുകയാണ് കേട്ടോ. ഒരു ചെറിയ സൈസുള്ള തക്കാളി ഞാൻ ഒന്ന് ഫുൾ എടുക്കുന്നുണ്ട്. ഫ്ലഷി ആയിട്ടുള്ള തക്കാളി ആണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആവും. വാട്ടർ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ഞാനിവിടെ ഒഴിവാക്കിയിട്ടില്ല കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെജിറ്റബിൾസിൻ്റെ അളവ് കൂടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയെല്ലാം എടുത്ത് മാറ്റണം. വെന്തിട്ടുണ്ട് എന്നതിൻ്റെ സൈനാണ് തൊലി നമുക്ക് നന്നായിട്ട് അടർന്നു പോരും. അപ്പം നമ്മൾ ഈ തൊലിയൊക്കെ മാറ്റണം. ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ല അടുപ്പിൽ ചുട്ടെടുക്കുമ്പോഴാണ് കേട്ടോ. അതേപോലെ അല്ലെങ്കിൽ സ്റ്റൗവിൽ എടുത്താലും നമുക്കൊരു സ്മോക്കി ഫ്ലേവർ കിട്ടും. ഇതിപ്പോൾ ഞാൻ ഈ ഓവനിൽ വെക്കുമ്പോൾ ആ സ്മോക്കി ഫ്ലേവർ മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ തൊലി കംപ്ലീറ്റ് മാറ്റിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ഈ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ അതിനേക്കാളും ഒന്നുകൂടി ടേസ്റ്റ് ഇത് ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഫൈനലി ചോപ്പ് ചെയ്യുക. കട്ട് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. നല്ലോണം ഉള്ളു വന്നത് കൊണ്ട് അങ്ങനെ ചോപ്പ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇനി മിക്സിയിൽ അങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഈ ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്ന അവസ്ഥ ഉണ്ടാവില്ല. ഇത് ഞാൻ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഒരു ബൗളിൽ ഞാൻ ബാബ ഗനോഷ് ഉണ്ടാക്കാനും മറ്റേ ബൗളിൽ മുത്തബ്ബൽ ഉണ്ടാക്കാനും മാറ്റി വെച്ചു. ഇനി നമുക്ക് ബാബ ഗനോഷ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതായത് ആൾറെഡി അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, സവാള ഇട്ട് കൊടുത്തു, തക്കാളി, അതുപോലെ 2 യെല്ലോ റെഡ് ക്യാപ്സിക്കം ഇട്ട് കൊടുത്തു. ഗ്രീൻ ക്യാപ്സിക്കം ശരിക്കും എനിക്കിതിൽ മിസ്സിങ് കേട്ടോ, കാരണം ആ കളർ ഇതിൽ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഭംഗിയാന്. ഉപ്പ് ചേർത്ത് കൊടുത്തു, ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തു, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുത്തു. നാരങ്ങ നീര് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു. ഇവിടെ ഞാൻ വലിയൊരു നാരങ്ങ അരമുറി ഫുള്ള് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പുളിക്കനുസരിച്ച് നിങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക, ഫ്ലേവർ നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് അതിനനുസരിച്ചിട്ട് കൂടുതൽ ഇട്ട് കൊടുക്കുക. ഇനി എരിവ് വേണ്ട, ഒരു റെഡ് കളർ വേണം എന്നാണെങ്കിൽ പാപ്രിക്ക പൗഡർ ഇട്ട് കൊടുക്കുക. ഇതിൽ ഞാനൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്തു, ഒലീവ് ഓയിൽ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇതിന് മുകളിൽ ഞാൻ ശരിക്കും പാഴ്സലി ലീഫാണ് ഇടേണ്ടത്. എൻ്റെ കയ്യിൽ മിൻറ്റ് ലീഫുള്ളൂ, അതുകൊണ്ട് ഞാൻ മിൻറ്റ് ലീഫ് ഇട്ട് കൊടുത്തു. പാഴ്സലി ലീഫ് തന്നെ ഇടണം കേട്ടോ ശരിക്കും ആ ഫ്ലേവർ കിട്ടണമെങ്കിൽ. ശേഷം ചില്ലി ഫ്ലേക്സ് ഞാൻ മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യാൻ കേട്ടോ. ഇനി നമുക്ക് മുത്തബ്ബൽ, അതായത് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു, 1 ടീസ്പൂൺ വെളുത്തുള്ളി, ശേഷം ഒരു 3 ടേബിൾ സ്പൂണോളം തഹീനി ഒഴിച്ചു കൊടുത്തു. അതായത് നമ്മുടെ വെളുത്ത എള്ളും ഒലീവ് ഓയിലും നന്നായിട്ട് അരച്ചെടുത്തതാണ്. ആവശ്യത്തിന് നാരങ്ങ നീരോ അല്ലെങ്കിൽ തൈരോ ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്തിട്ടും നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ശേഷം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തൈരാണ് ചേർത്തത്. എനിക്കിവിടെ നല്ല പുളിയില്ലാത്ത തൈര് കിട്ടിയതുകൊണ്ട് ഞാൻ അത് ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ ഇതും റെഡിയായി. ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. ഇതിലും ഞാനൊരു കുഴിയൊക്കെ കുഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ മേലെ എന്ത് ചെയ്യണം, നമ്മുടെ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഒലീവ് ഓയിലും ഒഴിച്ചു കൊടുത്ത് ഒരു പാഴ്സൽ ലീഫ് ഗാർണിഷ് ചെയ്യാൻ കൂടി ചെയ്ത സംഭവം റെഡിയായി. എത്ര ഈസിയാണ് നോക്ക്. ഇത് നമുക്ക് കുബൂസിൻ്റെ കൂടെ അല്ലെങ്കിൽ ഫ്ലാറ്റ് ബ്രെഡിൻ്റെ കൂടെ, അതായത് ബണ്ണ് എന്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. നല്ല ഇഷ്ടമാവും എല്ലാവർക്കും. ഈവൻ നമുക്ക് മയോണൈസിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് യൂസ് ചെയ്യാം. മിഡിൽ ഈസ്റ്റേൺ ക്യൂസിനിലൊക്കെ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഡിഷാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.